ദൈവത്തിന് സ്തോത്രം. തീയമ്പുകളെ എന്റെ മേൽ എയ്യുമ്പോൾ പിശാചായവൻ നീ അൻപോടു നിൻ ചിറകിൻ കീഴിൽ മറയ്ക്കായെന്നെ. നീ അൻപോടു നിൻ ചിറകിൻ കീഴിൽ മറയ്ക്കായെന്നെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവേശുവിലുള്ള എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഥാപാത്ര പഠനത്തിലേക്ക് സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവിന്റെ തക്കത്തുന്ന നല്ല അമ്മ, അമ്മായി അമ്മ, വല്യമ്മച്ചി, ദേശത്തിന് മാതാവ്, ഇത്രയും വിശേഷണങ്ങൾ ഒരിക്കലും ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് അധികപ്പറ്റായി പോവില്ലല്ലോ. നിങ്ങളെല്ലാവരും എന്നോട് യോജിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളുടെ രത്ന ചുരുക്കം ഇതായിരുന്നു. ദൈവത്തിൽ നിന്ന് ഒട്ടനവധി പുരസ്കാരങ്ങളും സാക്ഷ്യപത്രവും ലഭിച്ച് ഇയ്യോബ് കുടുംബസമേതം ഊസ് ദേശത്ത് തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. തന്റെ പ്രസിദ്ധി നാടെങ്ങും പരന്നു. ആ കുടുംബത്തെ ഒന്ന് നേരിൽ കാണണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? ശേബാരാജ്ഞി ആഗ്രഹിച്ച പോലെ. അങ്ങനെ വളരെയേറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് അവിടേക്ക് 2 ടിക്കറ്റ് ഒപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും ആ ദേശത്തെത്തി. തമിഴ്നാട്ടിൽ നിന്ന് കേരള അതിർത്തി കടക്കുമ്പോൾ എന്ന പോലെ ഊസ് ദേശത്ത് കാൽ കുത്തിയപ്പോഴേ ആ ദേശത്തിന്റെ നന്മ അനാവൃതമായി തുടങ്ങി. അധ്വാനികളായ ഒരു കൂട്ടം ജനത ഫലഭൂയിഷ്ടമാക്കിയ ദേശം. പട്ടണവാതിൽ കടന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്നു. പട്ടണവാതിൽക്ക് നിൽക്കുന്ന പാറാവുകാർക്ക് പോലും എന്തൊരു മര്യാദ! ഇരുവശവും പൂച്ചെടികളാൽ അലങ്കൃതമായ പാത ചെന്ന് അവസാനിക്കുന്നത് കൊട്ടാര സമാനമായ വീടിന്റെ പൂമുഖത്താണ്. സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പൂമുഖത്ത് ഒരു കസേരയിൽ അദ്ദേഹവും അടുത്തു തന്നെ തന്റെ ഭാര്യ ഇരുന്നിരുന്നു. ദൂരെ ഏതോ രാജ്യത്തു നിന്നുള്ള അപരിചിതരായ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്തി വരവിന്റെ ഉദ്ദേശം അറിയിച്ചു. സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി സൽക്കാരം നൽകി. സൈന്യസമേതനായ ഒരു രാജാവിനെ പോലെ പ്രഭാവമുണ്ടെങ്കിലും തന്റെ താഴ്മയും സംസാര രീതിയും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഉപചാരപൂർവ്വം സൽക്കരിച്ച തന്റെ ഭാര്യയുടെ കുലീനത്വം എന്തിനേറെ! പരിചാരികമാർ പോലും വളരെ പാകതയുള്ളവർ. ഞങ്ങൾ സംസാരിക്കാനിരുന്നു. മൈതാനം പോലെ വളരെ വിശാലമായ പൂന്തോട്ടം. പ്രഭാത വെയിൽ കടുത്തു തുടങ്ങിയെങ്കിലും ചെടികളെയൊക്കെ തലോടി വരുന്ന മന്ദമാരുതൻ എങ്ങും സുഗന്ധം വീശി നിന്നു. നന്മയുടെ കുളിർമയും തെളിമയും എങ്ങും തളം കെട്ടി നിന്നു. രാവിലെ തന്നെ ജോലിക്കാരെയൊക്കെ അവരവരുടെ വേലസ്ഥലങ്ങളിലേക്ക് യാത്രയാക്കി 1-2 തർക്കങ്ങളുടെ പരിഹാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇടയ്ക്കുള്ള വിശ്രമത്തിന് വന്നതാണ്. തലേ ദിവസം വിരുന്നുവട്ടം 1 കഴിഞ്ഞുള്ള ഹോമയാഗം കഴിഞ്ഞു എല്ലാവരും വന്നിരുന്നുവെന്നും ഇന്ന് മൂത്ത മകന്റെ വീട്ടിൽ വിരുന്ന് നടക്കുകയാണ്, ഇവിടെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ഉച്ചയാവുമ്പോഴേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകാനിരിക്കുകയാണെന്നും ഒക്കെ ആ അമ്മ അറിയിച്ചു. കുഞ്ഞുമക്കളുടെ പല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കണ്ട് വിരുന്നും കഴിഞ്ഞു പോകാം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കെ ഞങ്ങൾ നടന്നു വന്ന ആ നീണ്ട വഴിയിലൂടെ ഒരാൾ ഓടിയടച്ചു വരുന്നു. അതുവരെ കത്തി നിന്ന സൂര്യകിരണങ്ങൾ മങ്ങിയോ എന്നൊരു തോന്നൽ. ഭീതിയുടെ അപായമണികൾ മുഴങ്ങുന്ന പോലെ. അദ്ദേഹത്തിന്റെ ബാല്യക്കാരനായിരുന്നു ഓടി വരുന്നത്. ഇരിപ്പിടങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരും ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ആ ബാല്യക്കാരൻ അടുത്തെത്തി. അവൻ വിളിച്ചു പറഞ്ഞു, യജമാനെ, ശബായർ വന്ന് കാളകളെയും കഴുതകളെയും പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെല്ലാം വാളാലെ കൊന്നു. ഞാൻ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു. ഇവൻ പറഞ്ഞു തീർന്നിട്ട് എന്താടാ നീ പറയുന്നേ എന്നൊന്ന് ചോദിക്കാൻ ഇട കിട്ടുന്നതിന് മുമ്പേ ദാ മറ്റൊരുത്തൻ. ദൈവത്തിന്റെ തീ ആകാശത്തുനിന്ന് വീണു. ആടുകളും വേലക്കാരും എല്ലാം കത്തിപ്പോയി. ഞാൻ മാത്രം ബാക്കി പൂരിപ്പിച്ചില്ല. അതാ മറ്റൊരുത്തൻ. കൽദേർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ കൊണ്ടുപോയി വേലക്കാരെയെല്ലാം വാളാലെ വെട്ടിക്കൊന്നു. 1, 2, 3 മിസൈൽ പോലെ തീർന്നില്ല. അവൻ നിർത്തും മുമ്പേ അടുത്ത മിസൈൽ പോലെ മറ്റൊരുത്തൻ. യജമാനെ, മൂത്തേട്ടന്റെ വീട്ടിൽ കൂടി മക്കളെല്ലാം വിരുന്നിനിടെ കെട്ടിടമിടിഞ്ഞു വീണ് മരിച്ചു.
മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് എന്റെ അമ്മോ വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അതിടിഞ്ഞ് എല്ലാവരും മരിച്ചുപോയി. ഞാൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. അദ്ദേഹം മെല്ലെ ആ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. മാലപ്പടക്കം പോലെ എല്ലാം കഴിഞ്ഞു. സത്യമോ മിഥ്യയോ എന്നൊന്നും മനസ്സിലാകാതെ ഞങ്ങളും നിശ്ചലരായി. നിന്ന പരിസരം പോലും ഞങ്ങൾ മറന്നു, ഏതോ യുദ്ധഭൂമിയിൽപ്പെട്ട പോലെ. പിന്നീട് ആ ജോലിക്കാർ അത് വീണ്ടും വീണ്ടും ഭയത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. 5 നിമിഷം നിശബ്ദനായിരുന്ന അദ്ദേഹം ഇരിപ്പിടത്തിൽ എഴുന്നേറ്റു, വസ്ത്രം കീറി, തല ചിരച്ചു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മൗനമായി കൂപ്പുകൈകളോടെ ഞങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ഞങ്ങൾ പിന്നോട്ട് നോക്കി. തന്റെ ഭാര്യയെ കണ്ടില്ല. ബാല്യക്കാരികൾ വന്ന് പറഞ്ഞു. ആദ്യത്തെ 3 പേര് പറഞ്ഞതും ആ അമ്മ കേട്ടു. മക്കളുടെ മരണവിവരം മുഴുവൻ കേട്ടില്ല. അപ്പോഴേക്കും ബോധം കെട്ടി വീണ യജമാനത്തെ അവർ കൈകളിൽ താങ്ങി വേണ്ട ശുശ്രൂഷകൾ നൽകുകയാണെന്ന് പറഞ്ഞു. അവിടെ നെടുവീർപ്പായി തേങ്ങലുകളായി തുടങ്ങിയ സങ്കടം വലിയ നിലവിളിയായി ഉയർന്നു. അരമണിക്കൂറിന്റെ മാത്രം പരിചയമുള്ള ഞങ്ങൾ ആ കുടുംബത്തിന്റെ ഭാഗമായ പോലെ തോന്നി. ഈ നിമിഷങ്ങൾ ഞങ്ങൾക്ക് വല്ലാത്ത ആഘാതം ഏൽപ്പിച്ചു. സൗഭാഗ്യത്തിന്റെയും സമ്പത്തിന്റെയും എവറസ്റ്റിൽ നിന്ന് ഈ കണ്ണീർ താഴ്വരയിലേക്ക് കൂപ്പുകുത്താൻ എടുത്തത് വെറും 5-10 നിമിഷങ്ങൾ മാത്രം. ഇതെങ്ങനെ വിശദീകരിക്കാൻ? കൊല്ലപ്പെട്ട വേലക്കാരുടെ കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, ബന്ധുമിത്രാദികൾ കൂട്ടം കൂട്ടമായി വാവിട്ട് നിലവിളിച്ച് ഓടിക്കൂടുകയാണ്. വല്ലാത്ത ദുരന്ത ഭൂമി. ഈ കാഴ്ച താങ്ങാനാവാതെ ഞങ്ങൾ തിരികെ യാത്രയായി. നെഞ്ചിൽ അമ്മിക്കല്ല് കണക്കെ ദുഃഖവുമായി. ആ തകർന്ന മനുഷ്യൻ ഒരേ സമയം ഉരുക്കു മനുഷ്യനാവേണ്ട അവസ്ഥ. താൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ച നിമിഷം സ്വർഗത്തിലെ ദൈവം തന്റെ ഭക്തനെ ഉരുക്കു മനുഷ്യനാക്കി. നാളെ നാം പിശാചിന്റെ 2ാം ഊഴത്തോടെ അദ്ദേഹത്തെ വീണ്ടും കാണും വരെയും ദൈവകൃപ നമ്മെ സൂക്ഷിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.